ദൈവത്തിന് സ്തോത്രം. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോ പ്രഭാതത്തിലും ദൈവം തൻ്റെ ജനത്തിന് പ്രഭാത മന്ന നൽകി ബലപ്പെടുത്തിയതുപോലെ ഈ പ്രഭാതത്തിൽ തിരുവചനം നൽകി ബലപ്പെടുത്തുവാനിടയാകട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായം 11-ാം വാക്യം വായിക്കുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം 11-ാം വാക്യം. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്നെണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിൻ്റെ നന്മകൾ പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസ വീരന്മാരിലൂടെ വെളിപ്പെട്ട വിശ്വാസത്തിൻ്റെ പ്രവർത്തികളെ കുറിച്ച് വിവരിച്ചെഴുതിയിരിക്കുന്ന ഈ അധ്യായമാണ്. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനോടുകൂടെ മുൻപും പിൻപും നോക്കാതെ വിശ്വാസ യാത്രയ്ക്ക് തയ്യാറായ സാറയെ കുറിച്ചാണ് 11-ാം വാക്യത്തിനകത്ത് പരാമർശിച്ചിരിക്കുന്നത്. തിരുവചനം പറയുന്നു, സാറയെ അബ്രഹാമിനോടുകൂടെ ബന്ധുക്കാരെയും സ്വന്തക്കാരെയും ദേശത്തെയും ഒക്കെ വിട്ടിട്ട് കാണാത്ത ദേശത്തിലേക്ക് കടന്നു പോകുന്നതിന് പ്രേരിപ്പിച്ച ഘടകത്തെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. സാറ അബ്രഹാമിനോടുകൂടെ ഇറങ്ങിത്തിരിക്കുവാനുള്ള കാരണം ഇതായിരുന്നു, വിശ്വാസമായിരുന്നു. നമുക്കറിയാം, ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം വിശ്വാസത്തിന്മീതെയാണ് പണിയപ്പെട്ടിരിക്കുന്നത്. വിശ്വാസമില്ലാതെ വരുമ്പോൾ പിശാചിന്റെ പ്രവർത്തികൾ പതുക്കെ 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 ശക്തി പ്രാപിക്കുവാനായി തുടങ്ങും. ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, സാറ അത്ഭുതം കാണുവാൻ, വാഗ്ദത്തം സാറയിലൂടെ നിറവേറുവാനുള്ള കാരണം വിശ്വാസമായിരുന്നു. വാഗ്ദത്തം ചെയ്ത ദൈവത്തെ വിശ്വസ്തൻ എന്ന് സാറ എണ്ണുവാനിടയായി തീർന്നു. നമുക്കറിയാം, അബ്രഹാമിനോട് ദൈവം ഇടപെട്ടപ്പോൾ സാറയും കൂടെ ഇറങ്ങുവാൻ ഇടയായി തീർന്നു. ഒരു 100 ചോദ്യങ്ങൾ സാറ അഭിമുഖീകരിക്കേണ്ടി വന്നു കാണും. എല്ലാം വിട്ട് സകലത്തെയും ത്യജിച്ചുകൊണ്ട് അബ്രഹാമിന്റെ കൂടെ വിശ്വാസ യാത്ര ആരംഭിക്കുമ്പോൾ അമ്മയും അപ്പനും സഹോദരങ്ങളും നാട്ടിലുള്ളവരും ഒക്കെ സാറയെ നിരുത്സാഹപ്പെടുത്തുവാൻ ശ്രമിച്ചു കാണും. പലരും ചോദിച്ചു കാണും, ഈ യാത്രയിൽ ബന്ധുക്കൾ ആരുമില്ല, സഹോദരങ്ങളോ കുടുംബക്കാരോ ആരുമില്ല, എവിടെ താമസിക്കുമെന്നും എന്ത് കഴിക്കുമെന്നും ഒരാവശ്യം വന്നാൽ ആരുണ്ടെന്നും ഒക്കെയുള്ള ചോദ്യങ്ങൾ സാറയുടെ മുൻപിൽ ഉയർന്നു വന്ന് കാണും. അതിനെയൊക്കെ സാറ ജയിച്ചത്, അതിനൊക്കെ മറുപടിയായിട്ട് സാറയ്ക്ക് പറയുവാനുള്ളത്, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. ഇന്ന് പ്രഭാതത്തിൽ തിരുവചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതല് എന്താകുമെന്നും എവിടെ അവസാനിക്കുമെന്നും ഒക്കെയുള്ള 100 കണക്കിന് ചോദ്യങ്ങൾ ഓരോ പ്രശ്നങ്ങളുടെ മുൻപിലും നാം അഭിമുഖീകരിക്കേണ്ടി വരും. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം വിശ്വസ്തനാണെന്നുള്ള ഉറച്ച ബോധ്യത്തോടെ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി നാം മുൻപോട്ട് കാലുവച്ചാൽ നിശ്ചയമായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഒരുപക്ഷെ ഏറ്റവും അടുത്തവരൊക്കെ സാറയോട് ചോദിച്ചിട്ടുണ്ടാകാം, ഈ യാത്രയിൽ അബ്രഹാം മരിച്ചുപോയാൽ നീ തീർത്തും വിധവയായിത്തീരും, അനാഥയായിത്തീരും, നിന്റെ കാര്യം നോക്കുവാൻ
ആർക്കും കഴിയത്തില്ല. ഇത് പറയുമ്പോഴും സാറയ്ക്കുള്ള മറുപടി ഇതാണ്: ദൈവം വിശ്വസ്തനാണെന്ന്. ചിലരെങ്കിലും അഭിമുഖീകരിച്ചിട്ടുണ്ടാകാം. രക്ഷിക്കപ്പെട്ടാൽ, സ്നാനപ്പെട്ടാൽ, എല്ലാ നാമധേയമായ പരിപാടികളും ഉപേക്ഷിച്ച് ക്രിസ്തു മാർഗത്തിലേക്ക് വന്നാൽ, പെന്തക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് വന്നാൽ, പഴയ സംരക്ഷണങ്ങളെല്ലാം നഷ്ടപ്പെടും. ആവശ്യങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും? പുതിയ നിയമസഭയിൽ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് പറയുവാനുള്ള മറുപടി ഇതാണ്: എല്ലാ ആവശ്യങ്ങളെക്കാളും ദൈവം വലിയവനാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് സർവശക്തന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? എവിടേക്ക് പോകുന്നു എന്നും എന്ന് തിരിച്ചു വരുമെന്നും ഈ യാത്രയിൽ എന്ത് സംഭവിക്കുമെന്നും ഒരു ഐഡിയയും ഇല്ലാതിരിക്കുമ്പോൾ സാറ കൂടെ അബ്രഹാമിനോടുകൂടെ പുറപ്പെട്ടു. കാര്യം ഇതാണ്: ദൈവം വിശ്വസ്തനെന്ന് സാറ വിശ്വസിച്ചു. പ്രിയരെ, ആ യാത്ര അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ളതല്ല, അതിനേക്കാളും അപ്പുറം ഈ തിരുവചനത്തിനകത്ത് എഴുതിയിരിക്കുന്നു: പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ഈ പ്രഭാതത്തിൽ മറക്കരുത്, സമയം കഴിഞ്ഞു പോയ, അസാധ്യമെന്ന് ലോകം വിധി എഴുതിയിരിക്കുന്ന, മെഡിക്കൽ ശാസ്ത്രവും സമൂഹവും കൂട്ടുകാരും അറിവുള്ളവരും ഒരുപോലെ ഇനി നടക്കത്തില്ലെന്ന് പറയുന്ന, ഭാരമേറിയ ഏതെങ്കിലും വിഷയങ്ങൾ പേറിക്കൊണ്ട് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മനുഷ്യന്റെ ദൃഷ്ടിയിൽ സമയം കഴിഞ്ഞാലും, ലോകത്തിന്റെ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് സമയം അതിക്രമിച്ചാലും, ഈ പ്രഭാതത്തിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ ഒരാലോചന പറയാം. സമയം ദൈവത്തിനൊരു വിഷയമേ അല്ല. സാറയുടെ ജീവിതത്തിൽ പ്രായം കഴിഞ്ഞു, എന്നിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ദൈവം വിശ്വസ്തനെന്നെണ്ണിയതുകൊണ്ട്, ദൈവത്തിൽ ചേർന്ന് നിന്ന് ഒരാത്മീയ യാത്രയ്ക്ക് തയ്യാറായതുകൊണ്ട്, പ്രായം കഴിഞ്ഞിട്ടും സാറ പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ ചില വിഷയങ്ങളെ ജയിക്കുവാൻ, ചില അത്ഭുതങ്ങളെ സ്വന്തമാക്കുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് ബലമുള്ള ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഉറപ്പാണ്, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. ആമേൻ. പ്രായം കഴിഞ്ഞു, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല, എന്നിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. പ്രിയരെ, നിങ്ങളെ ഭാരപ്പെടുത്തുന്ന, കുഴക്കിക്കളയുന്ന, ആകുലപ്പെടുത്തുന്ന വിഷയങ്ങളെ ജയിക്കുവാനുള്ള ഒരു പുതിയ ശക്തി ഈ തിരുവചന കേൾവി നമ്മുടെ ജീവിതത്തിൽ നൽകി തരട്ടെ. നിശ്ചയമായിട്ടും ഗിദെയോനോട് പറഞ്ഞു, നിന്റെ ഈ ബലത്തോടെ പോക എന്ന്. ബലപ്പെടുത്തുന്ന ദൈവം, ശക്തീകരിക്കുന്ന ദൈവം, ഈ മരുഭൂമി പ്രയാണത്തിൽ തളർന്നു വീണു പോകുവാൻ, തകർന്നു പോകുവാൻ, കാലുകൾ വീങ്ങിപ്പോകുവാൻ, കണ്ണ് നിറയുവാൻ, ഹൃദയം പൊട്ടിപ്പോകുവാൻ അനുവദിക്കാതെ ജയത്തോടെ മുൻപിലേക്ക് നയിക്കും. ഇന്ന് പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥപിതാവേ, ഈ വിലയേറിയ പ്രഭാതത്തിനായി സ്തോത്രം. ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ, ബലമുള്ള കരങ്ങളിൽ വഹിക്കണമേ. സാറാ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിക്കുവാനുള്ള കാരണം ദൈവം വിശ്വസ്തനെണ്ണി എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. പ്രകാരം ദൈവികാത്ഭുതങ്ങൾ പ്രാപിക്കാൻ സഹായിക്കും, ബലമുള്ള കരങ്ങളിൽ വഹിക്കും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ.